ഹലോ എവരിവൺ. റമദാൻ തുടങ്ങിയില്ലേ? നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ കൂടുതൽ ആൾക്കാരും വെയിറ്റ് ലോസ് ചെയ്യുന്നവരാണ്. പലരും കഴിഞ്ഞ വീഡിയോയിലൊക്കെ കമന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു റമദാൻ ഡയറ്റ് പ്ലാൻ പറയണമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫുൾ ഡേ റമദാൻ ഡയറ്റ് പ്ലാൻ ആണ് നമ്മൾ പറയുന്നത്. അതിൽ അത്താഴത്തിന് നിങ്ങൾ എന്ത് കഴിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള 3 ഓപ്ഷനുകൾ പറയാം. അതുപോലെ ഇഫ്താറിന് പറ്റിയിട്ടുള്ള 3 ഓപ്ഷനും കൂടി പറയാം. നമുക്കറിയാം അല്ലെ, റമദാൻ ആത്മീയമായി ഏറ്റവും വിശുദ്ധമായിട്ടുള്ള ഒരു മാസമാണ്. അതോടൊപ്പം തന്നെ ഹെൽത്ത് വൈസ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഫാസ്റ്റിംഗ് പീരീഡ് കൂടിയാണ്. ശരിയായ രീതിയിൽ നമ്മൾ ഈ ഒരു മാസം ഭക്ഷണം കഴിച്ചാൽ വെയിറ്റ് ലോസ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് ആയുർഫിറ്റ് എന്നുള്ള വെയിറ്റ് ലോസ് പ്രോഗ്രാം ഉണ്ട്. അതിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരപ്രകൃതിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു കസ്റ്റമൈസ്ഡ് ഡയറ്റ് പ്ലാൻ ഉണ്ട്, അതുപോലെ വർക്കൗട്ട് പ്ലാനും. ഇതിൽ ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. പലരും അതിൽ തന്നെ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു, റമദാൻ അല്ലേ വരുന്നത്, അപ്പോൾ ഡയറ്റൊക്കെ എങ്ങനെയായിരിക്കും, എങ്ങനെയാണ് നോമ്പിന് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ. അപ്പൊ തീർച്ചയായിട്ടും വെയിറ്റ് ലോസ് ചെയ്യണം എന്ന് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള ഒരു മാസമാണ് റമദാൻ. റമദാന് പറ്റിയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആയിരിക്കും ഈ മാസം നമ്മൾ ആയുർവേദത്തിലൂടെ നൽകുന്നുണ്ടാവുക. റമദാൻ വെയിറ്റ് കുറയ്ക്കാൻ പറ്റിയ ഒരു മാസമാണെന്ന് പറഞ്ഞു അല്ലേ? കാരണം നമ്മൾ ഓൾറെഡി കുറേ സമയം ഫാസ്റ്റിങ്ങിലാണ്, ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല. അതിന്റെ കൂടെ നമ്മൾ രാവിലെ അത്താഴത്തിനും അതുപോലെ നോമ്പ് തുറക്കുമ്പോഴും കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. ശരിയായ രീതിയിൽ നോമ്പെടുത്താൽ നമ്മുടെ പ്രമേഹം കൺട്രോൾ ആവും, കൊളസ്ട്രോൾ കുറയും, ഫാറ്റി ലിവർ കുറയും. പക്ഷെ ഇന്നത്തെ ഒരു രീതിയിൽ നമ്മൾ നോമ്പെടുക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന തെറ്റായ ഭക്ഷണ രീതി കൊണ്ട് ഇവയെല്ലാം കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നോമ്പ് വെയിറ്റ് കൂടുന്നവരെ കണ്ടിട്ടുണ്ട്. കാരണം നമ്മൾ കുറേ സമയം ഫാസ്റ്റിംഗ് ആണെങ്കിലും രാവിലത്തെയും അതേപോലെ നോമ്പ് തുറക്കുമ്പോഴേ ഉള്ള ഭക്ഷണം ശ്രദ്ധിക്കാത്തത് കൊണ്ട് മാത്രം വെയിറ്റ് കൂടുന്നവരുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ റമദാനിൽ വെയിറ്റ് ലോസ് ചെയ്യാന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് രാവിലത്തെ അത്താഴം. അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അത്താഴത്തിന് നമുക്ക് കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറയാം കേട്ടോ. രാവിലെ ചിയാ സീഡ്സ് ലെമൺ വാട്ടർ കുടിക്കാം. അതായത് ഒരു ഗ്ലാസ്, ഒരു 250 ml വാട്ടർ എടുക്കുക. 1 ടീസ്പൂണ് ചിയാ സീഡ്സ് അതിലേക്ക് ആഡ് ചെയ്ത് വെക്കുക. അതൊരു 5 മുതൽ 10 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് നാരങ്ങാനീര് ചേർത്തിട്ട് അത് നിങ്ങൾക്ക് രാവിലെ കഴിക്കാൻ പറ്റും. അത് ഏകദേശം വളരെ കാലറി കുറഞ്ഞൊരു ഭക്ഷണമാണ്, ഒരു വെള്ളമാണ്. അതൊരു 30 കാലറി മാത്രമേ അത് ഉണ്ടാവുകയുള്ളൂ. ഇത് നമുക്ക് ആ നോമ്പിന്റെ സമയത്ത് ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ അതിൽ ആ ചിയാ സീഡ്സ് നമ്മുടെ വയറെപ്പോഴും ഫില്ലായി നിൽക്കാനും ഒരു വിശപ്പൊക്കെ വരാതിരിക്കാനും സഹായിക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ ഈ ചിയാ സീഡ് ലെമൺ വാട്ടറിന്റെ കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, നമുക്കിപ്പോൾ സീസണിൽ കിട്ടുന്ന ഫ്രൂട്ട്സുകൾ കൂടി കഴിക്കാം. അത് പപ്പായ ആവാം, ഓറഞ്ച് ആവാം, അല്ലെങ്കിൽ ആപ്പിൾ ആവാം. അതൊരു ബൗൾ എടുക്കുക, ഒരു 100 ഗ്രാം. അതിന്റെ കൂടെ കുറച്ച് നട്ട്സും കൂടി കഴിക്കുക കേട്ടോ. 5 ബദാം വെള്ളത്തിൽ കുതിർത്തത്, അതുപോലെ 2 വാൾനട്ട്സും. ഇതൊരു പ്ലേറ്റ് ആണ്. ഈ ഒരു ബൗള് ഫ്രൂട്ട്സ്, അതുപോലെ ഈ ബദാം, വാൾനട്ട്സ്, ഇതൊരു 150 കലോറിയാണ് വരുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാ ദിവസവും അത്താഴത്തിന് കഴിക്കാം. ഇതിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന 3 ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ ആണ്, ഇതിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന 3 അത്താഴത്തിന് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏതാണോ ഇഷ്ടം അതനുസരിച്ച് തിരഞ്ഞെടുക്കാം. ഓരോ ദിവസവും വെറൈറ്റി ആയിട്ട് ഇത് കഴിക്കാൻ നോക്കുക. ആദ്യം പറഞ്ഞ ചിയാ സീഡ്സും ഫ്രൂട്ട്സും നട്ട്സും എല്ലാ ദിവസവും കഴിക്കാം കേട്ടോ. അപ്പൊ ആദ്യത്തെ അത്താഴത്തിനുള്ള ഭക്ഷണം എന്ന് പറയുന്നത് ഓട്സ് പത്തിരിയാണ്. അതായത് റോൾഡ് ഓട്സ് ഒരു പാനിലിട്ട് നന്നായിട്ടൊന്ന് വറുക്കുക. അത് ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോൾ അത് തീയിൽ നിന്ന് മാറ്റി വെച്ചിട്ട് പൊടിച്ചെടുത്ത് വെക്കുക. ഈ പൊടിച്ചെടുത്ത ഓട്സ് നിങ്ങൾക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാം. എങ്കിൽ നമ്മൾ രാവിലെ ഈ അത്താഴത്തിന് എണീറ്റ് വരുമ്പോൾ നമുക്കിത് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. സാധാരണ നമ്മൾ റമദാൻ എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും അരിയൊക്കെ പൊടിച്ചിട്ട് ഒരുപാട് സ്റ്റോർ ചെയ്ത് വെക്കൂ അല്ലേ? അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യണം എന്നുള്ളവരൊക്കെ ഈ ഓട്സ് പൊടിച്ചെടുത്തത് നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാം. ഇത് വെയിറ്റ് ലോസിന് മാത്രമല്ല കേട്ടോ, നമ്മുടെ പകലത്തെ വിശപ്പ് കുറയാൻ വേണ്ടിയിട്ടും ക്ഷീണം മാറാൻ വേണ്ടിയിട്ടും കുറച്ചുകൂടി പോഷക മൂല്യം കൂടാൻ വേണ്ടിയിട്ടും ഒക്കെ നല്ലതായിരിക്കും. വീട്ടിൽ എല്ലാവർക്കും ഇത് കഴിക്കാനും പറ്റും. നമ്മൾ ഇതിനു മുന്നേ കുറെ ഓട്സ് റെസിപ്പികൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതും കൂടി കാണാം. ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ. അതിൽ ഏത് വേണേലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് റെസിപ്പി പറയാം. ഓട്സ് പത്തിരിയാണ്. പൊടിച്ച ഓട്സ് നമ്മളൊരു ബൗളിലേക്ക് മാറ്റുക. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ജീരകം, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി,
കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കൂടെ കൊറിയാണ്ടർ ലീവ്സ്, ചെറിയ അരിഞ്ഞ ക്യാപ്സിക്കം, അതുപോലെ ക്യാരറ്റ്, വലിയുള്ളി, ഇവയൊക്കെ നമുക്ക് വീട്ടിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ പച്ചക്കറികളെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ ചെറുതായിട്ട് അരിയാൽ കേട്ടോ, എന്നാലേ നമ്മുടെ റെസിപ്പി ടേസ്റ്റ് ആവുള്ളൂ. ഇനി ഈ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കണം. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മുടെ പത്തിരിമാവൊക്കെ കുഴക്കുന്ന അതേ പാകത്തിലാക്കി എടുക്കുക. എന്നിട്ട് അത് ഒരു പത്തിരി പോലെ പരത്തിയെടുക്കാം. ഇത് PCOD ഉള്ളവർക്കും തൈറോയ്ഡ് ഉള്ളവർക്കും ഷുഗർ ഉള്ളവർക്ക് ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. ഇത് പാനിൽ ഇട്ടിട്ട് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്തിട്ട്, നെയ്യ് കൂടണ്ട കേട്ടോ, ഒരു 1/2 സ്പൂണൊക്കെ ചേർത്തിട്ട് വേവിച്ചെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പത്തിരിയാണിത്. ഈ ഓട്സ് നിങ്ങൾക്ക് നേരത്തെ പൊടിച്ചു വെക്കാം, അതുപോലെ വെജിറ്റബിൾസും നിങ്ങൾക്ക് നേരത്തെ കട്ട് ചെയ്ത് വെക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അളവാണ്. ഓട്സ് പത്തിരി ഒരു 2 എണ്ണം മീഡിയം സൈസിലുള്ളത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. അതിൽ ഓട്സ് പൗഡർ എടുക്കേണ്ടത് ഒരു 1/2 കപ്പാണ്, 40 ഗ്രാം. വെജിറ്റബിൾസും 1/2 കപ്പ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. വെജിറ്റബിൾസിന്റെ അളവ് കുറഞ്ഞു പോകരുത് കേട്ടോ. ഗീ, നെയ്യ് നമ്മൾ പറഞ്ഞു 1/2 ടീസ്പൂൺ മാത്രം ഉപയോഗിക്കുക. ഈ ഒരു ഓട്സ് പത്തിരിയുടെ കാലറി വരുന്നത് 280 കലോറിയാണ്. അപ്പോൾ ആദ്യത്തെ റെസിപ്പി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത റെസിപ്പി പറയാം. ഇനി റൈസ്, ചോറ് കഴിക്കണം എന്ന് നിർബന്ധമുള്ളവരുണ്ടാവൂലേ, അത്താഴത്തിന് കുറച്ച് ചോറ് കഴിച്ചാൽ നല്ലതായിരിക്കും എന്ന് കരുതുന്നവര്, അവർക്ക് വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണ് ബ്രൗൺ റൈസ് പുലാവ്. പേര് നിങ്ങൾ കേട്ടിട്ടില്ല എന്ന് തോന്നുമെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വെളുത്ത അരിക്ക് പകരം നല്ല തവിടുള്ള ബ്രൗൺ അരി എടുക്കുക, മട്ടയരി. കുറച്ച് പച്ചക്കറികളും കൂടി ചേർത്ത് നല്ലൊരു സൂപ്പർ റെസിപ്പിയാണിത്. അതിലേക്ക് വേണ്ടിയിട്ട് ഈ ബ്രൗൺ റൈസ് ഒരു 30 മിനിറ്റ് കുതിർക്കാൻ വെക്കണം. എന്നിട്ട് ഒരു കുക്കർ എടുത്ത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക, 1 ടീസ്പൂൺ ജീരകം, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി അതിലേക്ക് നമുക്ക് പച്ചക്കറികൾ ആഡ് ചെയ്ത് കൊടുക്കണം. ബ്രക്കോളി, ക്യാപ്സിക്കം, ക്യാരറ്റ്, ബീൻസ് ഇവയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിടുക, ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് അതൊന്ന് വാട്ടിയെടുക്കുക. അതിലേക്ക് അരി ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയില കൂടി ഇട്ടോളൂ കേട്ടോ. കുതിർത്ത് വെച്ചിട്ടുള്ള അരി അതിലേക്ക് ചേർത്ത് ആവശ്യമായ വെള്ളം ചേർത്ത് അത് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അത്താഴത്തിന്റെ ഭക്ഷണമാണ്. ചോറ് കഴിക്കണം എന്ന് നിർബന്ധമുള്ളവർക്ക് അത് ചോറായി, അതിൽ ധാരാളം വെജിറ്റബിൾസ് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരു ദിവസം മുഴുവൻ എനർജി കിട്ടാനും വിശക്കാതിരിക്കാനും ഒക്കെ സഹായിക്കും. ഇതിൽ നമ്മൾ പ്രത്യേകം പറയുന്ന ഒരു കാര്യം, ബ്രൗൺ റൈസ് ആണ്, മട്ടരിയാണ് ഉപയോഗിക്കുന്നത്. എപ്പോഴും പോലെ അളവ് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. ബോയിൽഡ് ബ്രൗൺ റൈസ് നമ്മൾ വേവിച്ച അരി 1 കപ്പേ ഉണ്ടാവാൻ പാടുള്ളൂ. അതിൽ മിക്സഡ് വെജിറ്റബിൾസ്, നമ്മൾ ഈ പല പച്ചക്കറികളും കൂടിയിട്ട് 1 കപ്പ് ഉണ്ടാവണം. കോക്കനട്ട് ഓയിൽ ആണ് ഉപയോഗിക്കേണ്ടത്, 1 ടീസ്പൂൺ മതി കേട്ടോ. ഈ ഒരു പ്ലേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 320 കാലറിയാണ് വരുന്നത്. അടുത്ത അത്താഴത്തിനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത് എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് ആണ്. അതിൽ ഒരുപാട് വെജിറ്റബിൾസ് ചേർക്കണം. മുട്ട ഇഷ്ടമുള്ളവർക്ക് മുട്ട ചേർക്കാം, അല്ലാത്തവർക്ക് പനീർ ചേർക്കാം. അങ്ങനെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ് അത്താഴത്തിന് കഴിക്കേണ്ടത്. നിങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ വെള്ള ബ്രെഡിന് പകരം ഓൾ വീറ്റ് ബ്രെഡ് എടുക്കുക. അതായത് ഗോതമ്പ് കൊണ്ടുള്ള ബ്രെഡ് ഉണ്ടാവും, അതാണ് ഏറ്റവും നല്ലത്. അത് 2 ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് 2 എഗ്ഗ്, അതുപോലെ പച്ചക്കറികളൊക്കെ ചേർത്തിട്ട് നല്ലൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കുക. പനീർ ആണെങ്കിൽ 100 ഗ്രാം എടുത്താൽ മതിയാവും കേട്ടോ. ഇതിന്റെ കാലറി വരുന്നത് 300 കലോറിയാണ്. അപ്പോൾ ഈ സാൻഡ്വിച്ച് വളരെ ഹെൽത്തി ആയിരിക്കും, നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഈ 3 ഓപ്ഷനുകളും വെയിറ്റ് കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കും. എന്നാൽ അത് നമ്മുടെ ആ ഒരു ദിവസത്തെ എനർജി ഒട്ടും നഷ്ടപ്പെടുത്തുന്നില്ല. നമ്മുടെ വയറൊക്കെ ഫില്ലായി നിൽക്കാൻ സഹായിക്കുന്നുണ്ട്. വിശപ്പും ക്ഷീണവും ഒന്നും തോന്നാതിരിക്കാൻ, അതൊക്കെ കുറയാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി പകൽ സമയമൊക്കെ നമ്മൾ ഫാസ്റ്റിംഗിലാ അല്ലെ. നിങ്ങൾക്കറിയാലോ, നമ്മളൊരു റോഡ് നന്നാക്കുക എന്ന് വിചാരിക്കാം. അവിടെ എപ്പോഴും സ്റ്റോപ്പ് എന്നുള്ള ഒരു ബോർഡ് ഉണ്ടാവും അല്ലെ. കാരണം അതിലൂടെ വെഹിക്കിൾസ് ഒന്നും, അതായത് വാഹനങ്ങളൊന്നും കടത്തിവിടില്ല. എന്നാൽ മാത്രമേ ഒരു റോഡ് നമുക്ക് പ്രോപ്പറായിട്ട് അവിടെ പണിയൊക്കെ കഴിച്ച് അത് പുതുതാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലും ഈ പകല് നടക്കുന്നത്. നമ്മൾ വെള്ളം പോലും കുടിക്കുന്നില്ല. നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും റെസ്റ്റ് കിട്ടുകയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് റിപ്പയറിംഗ് വർക്കുകൾ നടക്കുന്നുണ്ട്. അതാണ് പറയുന്നത് റമദാൻ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് അത്രയും നല്ലതാണ്. ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിലും അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇനി നമുക്ക് ഇഫ്താർ പറയാം അല്ലെ.
വെയിറ്റ് കൺട്രോൾ ചെയ്യുന്നവർക്ക്, വെയിറ്റ് ലോസിന് ശ്രമിക്കുന്നവർക്ക് ഏറ്റവും സങ്കടമുള്ള അല്ലെങ്കിൽ ഏറ്റവും കൺട്രോൾ ആവശ്യമുള്ള ഒരു സംഭവമാണ് ഇഫ്താർ എന്നുള്ളത്. എനിക്ക് തോന്നുന്നു റമദാനിൽ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവാൻ കാരണം തെറ്റായിട്ട് ഒട്ടും ഹെൽത്തി അല്ലാത്ത രീതിയിൽ ഇഫ്താർ കഴിക്കുന്നതുകൊണ്ടാണ്. ഇഫ്താറിന് ബുഫേ പാർട്ടികളൊക്കെ ഇപ്പൊ കോമൺ അല്ലേ? അതുപോലെ റംസാൻ പ്രമാണിച്ച് എല്ലാ റോഡരികിലും ഒരുപാട് പൊരിക്കടികളും മറ്റ് കഴിക്കാനുള്ള ആഹാരങ്ങളുമാണ് കാണുന്നത്. നമുക്ക് ഇഫ്താർ ഓപ്ഷനുകളെ കുറിച്ച് സംസാരിക്കാം. ഒരുപാട് ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് അതുപോലെ ഒരുപാട് ഫുഡും ഒരുമിച്ച് കഴിക്കരുത്. നമുക്ക് അതിന്റെ ഹെൽത്തി ആയിട്ടുള്ള രീതി ചർച്ച ചെയ്യാം. 2 ഈത്തപ്പഴം കൊണ്ട് നിങ്ങൾക്ക് നോമ്പ് തുറക്കാം. ധാരാളം പ്ലെയിൻ വാട്ടർ, നല്ല വെള്ളം കുടിക്കുക. ജ്യൂസിന് പകരം എപ്പോഴും ഈ വെള്ളം കുടിക്കുന്നതാണ് നല്ലത്. അത് നിങ്ങൾക്ക് 1 or 2 ഗ്ലാസ് എടുക്കാം. ഈത്തപ്പഴം ഒരു 2ൽ ചുരുക്കാൻ നോക്കുക, അതിൽ കൂടണ്ട കേട്ടോ. ഈ 2 ഈത്തപ്പഴവും ഈ 1 ഗ്ലാസ് വെള്ളം ആവുമ്പോൾ തന്നെ അതൊരു 120 കലോറി ആവുന്നുണ്ട്. ഡേറ്റ്സിന് കലോറി കൂടുതലാണ്, അപ്പോൾ ഡേറ്റ്സിന്റെ എണ്ണം എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ജലാംശം നഷ്ടപ്പെടുന്നുണ്ട് അല്ലെ? പകൽ സമയങ്ങളിൽ നമ്മൾ വേർത്തിട്ടൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളം നഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇലക്ട്രോലൈറ്റുകൾ, ഇപ്പൊ സോഡിയം പോലെയുള്ള കാര്യങ്ങളും കൂടി നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു ചോയ്സ് എന്ന് പറയുന്നത് ഇളനീർ വെള്ളമാണ്. ഈ ഇളനീർ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് സോഡിയവും പൊട്ടാസ്യവും മഗ്നീഷ്യവും ഒക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് റീസ്റ്റോർ ചെയ്യും. അത് നമുക്ക് നല്ലാത്തൊരു എനർജി തരുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ പ്ലെയിൻ വാട്ടറും ഈത്തപ്പഴവും അതിന്റെ കൂടെ ഇളനീർ വെള്ളം കൂടി കുടിക്കുന്നവരാണെങ്കിൽ അതും കൂടി കുടിക്കാം. എന്നിട്ട് കുറച്ച് ഗ്യാപ്പ് കൊടുക്കണം കേട്ടോ. ഫ്രൈഡ് ഐറ്റംസിന് പകരം നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കുക. നമ്മുടെ സീസണിൽ ലഭ്യമായിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സുകളും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ചെറിയ ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ, ഹൈഡ്രേഷൻ നിലനിർത്താൻ സഹായിക്കും. അതുപോലെ അത് നിങ്ങൾക്ക് വയറ് ഫില്ലാവാനും നമുക്ക് ആവശ്യമായിട്ടുള്ള ഫൈബർ ഒക്കെ നൽകും. ഇനി നമുക്ക് ഇഫ്താർ ഓപ്ഷനുകളെ കുറിച്ച് പറയാം കേട്ടോ. ഹെവി ആയിട്ട് കഴിക്കുന്ന കാര്യങ്ങളെ കുറിച്ച്. പത്തിരി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് പല മലയാളികളും അല്ലെ? എപ്പോഴും എണ്ണം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പത്തിരി കഴിക്കാം, അതിന്റെ കൂടെ ചിക്കൻ കറി അല്ലെങ്കിൽ ചിക്കന് പകരം ഫിഷ് കറിയോ പനീർ കറിയോ ഒക്കെ കഴിക്കാം. ഈ കറികളിലെല്ലാം നല്ല പ്രോട്ടീൻ ഉണ്ട്. അതിന്റെ ഒരു കൂടെ ഒരു ബൗള് സാലഡ് കൂടി കഴിക്കാൻ ശ്രദ്ധിക്കാം. എന്നാലേ നമുക്ക് ആ ഫൈബർ കണ്ടന്റ് കൂടുതൽ കിട്ടുകയുള്ളൂ. ഇത് കോൺസ്റ്റിപ്പേഷൻ ഒക്കെ തടയാൻ സഹായിക്കും കേട്ടോ. നോമ്പുകാലത്ത് ഒരുപാട് പേർക്ക് കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് മലബന്ധം, വയറ്റിന്ന് പോകാൻ ബുദ്ധിമുട്ട് എന്നുള്ളത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ പത്തിരിയും കറിയും കഴിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഒരു ബൗള് സാലഡ് കൂടി കഴിക്കാൻ ശ്രദ്ധിക്കുക. പത്തിരി എപ്പോഴും 2ൽ ചുരുക്കാൻ നോക്കുക. അതുപോലെ കറി ഒരു ബൗള് നിങ്ങൾക്ക് കഴിക്കാം, സാലഡും ഒരു ഫുൾ ബൗൾ തന്നെ കഴിക്കാൻ നോക്കുക. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ, റൈസ് ഇഫ്താറിന് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള വെജിറ്റബിൾ പുലാവ് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. അടുത്തത് നിങ്ങൾക്ക് മില്ലറ്റ് ദോശ കഴിക്കാം. മില്ലറ്റ് ദോശ നമ്മൾ ഇതിനു മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ. അതിന്റെ കൂടെ മിന്റ് ചട്നി കൂടി നിങ്ങൾക്ക് ചേർത്തിട്ട് കഴിക്കാൻ പറ്റും. അതുപോലെ അതിന്റെ കൂടെ നമ്മളൊന്ന് ജസ്റ്റ് സ്റ്റിർ ഫ്രൈ ചെയ്തെടുത്ത വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വാട്ടിയെടുത്ത് ഈ കാണുന്ന രീതിയിൽ നമുക്ക് പ്ലേറ്റ് അറേഞ്ച് ചെയ്ത് വെക്കാം. അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലേറ്റ് ആയിരിക്കും. അതിൽ ധാരാളം ഫൈബർ ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. മില്ലറ്റ് ദോശ ആണെങ്കിലും നിങ്ങളത് 2ൽ ചുരുക്കാൻ നോക്കണം. സ്റ്റിർ ഫ്രൈ വെജിറ്റബിൾസ് 1 കപ്പ് കഴിക്കാം. അതുപോലെ സമൂസ, പക്കവട, ഉള്ളിവട ഇങ്ങനെയുള്ള ഫ്രൈഡ് ഐറ്റംസ് ഒഴിവാക്കുക. ഇനി കഴിക്കുന്ന നിർബന്ധമാണെങ്കിൽ 1ൽ അത് ചുരുക്കുക. ഒരുപാട് മധുരം ചേർത്ത് വരുന്ന ഫ്രൂട്ട് ജ്യൂസുകൾ ഒഴിവാക്കുക. ഫ്രൂട്ട് ജ്യൂസുകൾ എപ്പോഴും അത് നമുക്ക് നല്ലതിനേക്കാൾ അധികം മോശം ആണ് വരുത്താൻ സാധ്യത. അതുകൊണ്ട് ഫ്രൂട്ട്സ് ആയിട്ട് തന്നെ കഴിക്കുക. ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനുകൾ ഒഴിവാക്കുക. അപ്പോൾ ഇഫ്താറിന്റെ കാര്യം ഇങ്ങനെയാണ്. 3 ഓപ്ഷന് പറഞ്ഞു അല്ലേ? ഇനി കിടക്കുമ്പോഴത്തെ കാര്യം പറയാം. കിടക്കുമ്പോൾ ജീരകം തിളപ്പിച്ച വെള്ളം കുടിക്കാം. അത് ഒരു 1 അല്ലെങ്കിൽ 2 ഗ്ലാസ് കുടിക്കാം. അത് ശരീരത്തിൽ ജലാംശം നഷ്ടപ്പെടുത്തുന്നത് തടയും. അതുപോലെ മെറ്റബോളിസം ആക്റ്റീവ് ആക്കി വയ്ക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഇന്ന് ടോട്ടൽ ഒരു കലോറി പറഞ്ഞു അല്ലെ? അതൊരു 1200 കുറവായിരിക്കും. ഇത് നമുക്ക് സേഫായിട്ട് എഫക്റ്റീവായിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭക്ഷണം സ്ലോ ആയിട്ട് കഴിക്കാൻ നോക്കുക. ഇപ്പൊ ഇഫ്താർ ആണെങ്കിൽ ഒരുപാട് ഭക്ഷണങ്ങൾ നമ്മുടെ മുന്നിലുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് കഴിക്കരുത്. അത് സമയം കൊടുത്ത് പതുക്കെ സാവധാനം ചവച്ചരച്ച് കഴിക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് കഴിച്ചാൽ തന്നെ വയറ് നിറഞ്ഞു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. ഇത് ഈ വളരെ പതുക്കെ നമ്മൾ ചവച്ചരച്ച് കഴിക്കുമ്പോൾ അത് ഒരുപാട് ഭക്ഷണം കഴിക്കാതിരിക്കാൻ, നമ്മുടെ ഓവർ ഈറ്റിംഗ് തടയാനും അത് സഹായിക്കും.
റമദാനിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉറക്കമാണ്. ഒരു 6 അവർ സ്ലീപ്പെങ്കിലും കിട്ടിയിരിക്കണം. പറ്റുമെങ്കിൽ ഒരു ലൈറ്റ് വാക്കൊക്കെ ഇഫ്താർ കഴിഞ്ഞ് ഒരു ഹെവി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് നടക്കാം. ഇങ്ങനെ ശരിയായ രീതിയിൽ ഭക്ഷണം കഴിച്ചാൽ റമദാൻ വെയിറ്റ് ലോസിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള മന്തായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ പറയുക. വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിലും കമന്റിൽ പറയുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലീവ് ബെറ്റർ, ഫീൽ ബെറ്റർ. താങ്ക്